ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് വീണ്ടും അമ്മയുടെ പങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ്. അമ്മേ, എന്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്ക് ഒരു ഉച്ചയുടെ ഇത് ഉണ്ടാക്കിയപ്പോ ഞാന് അത് എന്റെ പാപ്പൻ ഗ്രാൻഡ്മയിലേക്ക് കയറ്റി. ഓ ഓക്കെ, അപ്പൊ ഇതിന്റെ റെസിപ്പി പാപ്പൻ ഗ്രാൻഡ്മയിൽ ഉണ്ട്. ഇത് ചെമ്മീൻ, ഇതിന്റെ റെസിപ്പി ഉണ്ടോ? എന്തിന്റെ റെസിപ്പി ഉള്ളേ? ഫിഷ് കറി. അപ്പൊ ഇന്ന് വരൂല്ലേ നല്ല രസമുണ്ട്. പാപ്പു, നിന്നോട് ഞാനിന്നൊരു കാര്യം പറയാൻ വിളിച്ചില്ലേടി? മാങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. ഏത് മാങ്ങ? മാങ്ങ കറി, മാങ്ങ കിട്ടിയില്ലായിരുന്നത്. പൊന്നത് കഴിച്ചു നോക്കിയടാ. ചെമ്മീൻ പൊളിച്ചു. ഇത് മാങ്ങ ഇട്ട മീൻകറി അല്ലേ? തനി നാടൻ മാങ്ങയായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഒരു കൊതി തോന്നി. കാണുമ്പോ തന്നെ. പക്ഷെ എനിക്ക് ഇതിനകത്ത് മീനും കാര്യം കണ്ടിട്ട് നല്ലതുപോലെ തോന്നി. പിന്നെ ബീട്രൂട്ടും എങ്ങനെയാന്നറിയില്ല. ഓക്കെ, നീ ഇവിടെ ഇരിക്കും. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും കിട്ടും അല്ലേ? ഓക്കെ. ക്യാമറമാനായിട്ട് ഓടി. അപ്പോ ഞാൻ ആദ്യം ഞാൻ വിളമ്പിത്തരാം. അമ്മ, ഈ ചെമ്മീൻ ഇങ്ങനെ തീർക്കാൻ പാടില്ലേ? ബാബു, ചെമ്മീൻ ചോറിന്റെ കൂടെ മാത്രം കഴിക്കേണ്ട സാധനമാണ്. കുഞ്ഞിനെ ആദ്യം കൊടുക്കണേ. ഈ കുഞ്ഞുകുട്ടിക്ക് ആദ്യം കൊടുക്കും. അയ്യോ, അവള് ടീനേജർ ആയി അമ്മേ. അമ്മയുടെ പൊന്നു പാപ്പ കഴിച്ചാ അമ്മ ഇവന് കൊടുക്കാനാണോ പറഞ്ഞത്? അല്ലല്ല, അവര് ഞാൻ കൊടുത്തു. അമ്മ ഇനി പാപ്പു ഇനി എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം എന്നാണ്. ടീനേജർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ്. ചെയ്ത് പഠിപ്പിച്ചിട്ട് വേണം. അതൊക്കെ ചെയ്യും. അതാണ്, അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പൊ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം, ചെറുപ്പം തുടങ്ങി ഡ്രൈവിംഗ് പഠിച്ചിട്ടാണോ നമ്മൾ 18-ാം വയസ്സ് ഡ്രൈവിംഗ് പഠിക്കുന്നത്? അതാണ്, അങ്ങനെയാണ്. അപ്പൊ ഒരു വയസ്സെത്തുമ്പോ ആ വയസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങള് അപ്പൊ അങ്ങ് ചെയ്തോളും. അതിന് കൊച്ചിലേ തുടങ്ങി. അമ്മമ്മ പെട്ടെന്ന് പ്ലേറ്റ് മാറി. എടാ, അങ്ങോട്ട് വെച്ചേ, ഇതങ്ങോട്ട് വെച്ചേ, ഇതങ്ങോട്ട് വെച്ചേ. ഓക്കെ, ഇതെന്റെ ഫേവറേറ്റ് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് എല്ലാ ദിവസവും നമ്മുടെ ഫുഡിൽ ഏർപ്പെടാക്കി കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. കാരണം ഈ ബീട്രൂട്ട് നമ്മുടെ ലിവറിനെ ക്ലിയർ ആക്കുന്ന പറയുന്നത്. ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ ലിവറിനെ ക്ലിയർ ആക്കുന്ന പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ മതിയോ? അതല്ല, അങ്ങനെയല്ല. അമ്മ ഗ്രാൻഡ്മയുടെ ടിപ്പാണ് കേട്ടോ, പുതിയ ടിപ്പാണ് ഗൈസ്. നന്നായിട്ട് കള്ളു കുടിക്കുക. എന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാനതങ്ങനെ വായിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ലതാണ്. രണ്ട് ഫിഷ് കറി, രണ്ടും ഒരേ ഫിഷ് കറിയാ. അപ്പം എനിക്ക് ബേസിക്കലി ഇങ്ങനത്തെ പാലൊഴിച്ച ഫിഷ് കറിയാണ് ഇഷ്ടം. എന്നാ അഭിരാമിക്ക് നേരെ ഓപ്പോസിറ്റാ. അഭിരാമിക്ക് മറ്റേ അച്ചിക്കും അഭിരാമിക്കും ഇഷ്ടം മറ്റേ ഷാപ്പിൽ കിട്ടുന്ന പോലത്തെ മീൻകറി ഇല്ലേ, വറ്റിച്ച അങ്ങനത്തെ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കൊറേ ചാറൊക്കെ ഒഴിച്ച്. കുമര, സോറി കുമര. മാങ്ങ തന്നെ അടിപൊളി, നല്ല നാടൻ മാങ്ങയാണ്. അപ്പൊ ഞാൻ കഴിക്കട്ടെ ഗൈസ്. അത് മീൻകറി മാത്രം കൂടി കഴിയണം. അവർ ഇഷ്ടായോ? എനിക്ക് ഓൺലി പ്രോൺസ്, എനിക്കും മമ്മിക്ക് ബീട്രൂട്ട്. അമ്മ, ഇതെന്താണിത്? മീൻകറിയാണോ? ഈ മീൻകറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഗൈസ്, നഷ്ടം. അപ്പൊ ഇതിന്റെ റെസിപ്പി കാണാനായിട്ട്, റെസിപ്പി അറിയാനായിട്ട് അതെ, ഇതിന്റെ അല്ലേ റെസിപ്പി കൊടുത്തിട്ടുള്ളൂ? ഇത് കൊടുത്തിട്ടില്ലല്ലോ. മീൻകറി നെക്സ്റ്റ് ലെവൽ. അമ്മയെ പൊരിച്ചു തകർത്ത്. അടിപൊളി. അപ്പൊ ഞങ്ങള് ഇനി അധികം നേരം സംസാരിച്ചിരിക്കുന്നില്ല. ഇനി സംസാരിക്കുന്നതിന് അനുസരിച്ച് ഇവിടുത്തെ ചെമ്മീന്റെ അളവ് കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. പാവം കുമരന് അവസാനം ഒന്നും കിട്ടാണ്ടായി ആയിപ്പോ. അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. ഞാനൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അമ്മ
സൂപ്പർ. താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. അപ്പോ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. എന്നാൽ ഇതേമാതിരി അമ്മയുടെ പുതിയ പുതിയ കൊതിയൻ ഫുഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണണം എന്നുണ്ടെങ്കിൽ അമ്മയുടെയും പാപ്പന്റെയും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിനി ഒരു കാര്യം തീരുമാനിച്ചു. എന്താ? ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കണ ലഞ്ച് അവള് കഴിക്കും. ഞാൻ ആ റെസിപ്പി പാപ്പൻ ഗ്രാൻഡ്മയിലിടാം. പോരെ? അടിപൊളി. അപ്പൊ അത് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ ടേസ്റ്റ് ചെയ്യും. എന്റെ റെസിപ്പി അമ്മ ഇവിടെ പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ആര് വിളിച്ച് മുള്ളു തൊണ്ടയിൽ കുടുങ്ങി ചാവാൻ ഞാൻ റെഡി അല്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നാളെ ഞാൻ മറ്റൊരു പുതിയ അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.